നിനക്ക് വേലയില്ല, വരുമാനമില്ല, പക്ഷെ എങ്ങനെ ജീവിക്കുന്നു? ഈ നാട്ടിൽ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആശാനെ. ആവശ്യത്തിലേറെ പണവും പോക്കറ്റിട്ടുകൊണ്ടാണ് പലരും റോഡെ നടക്കുന്നത്. അവന്മാര് ചിലർ ബസ്സിലും കയറും. അപ്പൊ പാക്കറ്റടിയാ ബിസിനസ്? ഏയ്, വല്ലവന്റെയും പോക്കറ്റിൽ കയറുന്നത് കുറഞ്ഞ പണിയല്ലേ ആശാനെ? ഇത് കണ്ടോ, പോക്കറ്റ് ഞാൻ ഇനി വെട്ടിയെടുക്കും. ഇതാ ഭയങ്കര. ആശാനെ, പാവപ്പെട്ടവന്റെ 10 പൈസ ഞാനിതുവരെ എടുത്തിട്ടില്ല. എന്റെ നോട്ടം മറ്റവനാ, ബ്ലാക്ക് മണി. ആശാൻ ഈ വാച്ച് കണ്ടു, ഇതെങ്ങനെ അടിച്ചെടുത്തെന്ന് അറിയാവോ? ഭാര്യ. കാപ്പി. ഇത് എന്റെ ഭാര്യ നിർമ്മല. ഇതാണ് ബാബു. ഞാൻ പറഞ്ഞിട്ടില്ലേ ജയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന്? ഓ, ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അല്ലേ? ഏയ്, ഞാനൊരു ഒറ്റ കൂത്തിന് അവളെ. ഒറ്റ കുത്തിന് ഇവനൊരാളെ കൊല്ലുമെന്ന് പറഞ്ഞു. ആരോ പോയി ആളെ കുത്തിയും കൊന്നു. ഇവൻ കുരുക്കലുമായി. എന്തൊരു കഷ്ടമാണ് നോക്കണേ. എടാ, നീ കാപ്പി കുടിക്ക. എടാ പൂളെ, ജയിൽ പോകുന്നവല്ല എന്നെ പോലെ കുരുക്കിലാകുന്നവരാണെന്ന് അവൾ വിചാരിച്ചിരിക്കുന്നത്. ആശാനെ, അത് ഞാൻ അറിഞ്ഞു. ഹലോ, എങ്ങോട്ടാണ്? നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ? ഓ, അന്നത്തെ മാല. ആ, അത് തന്നെ. എന്താ ഇവിടെ നിൽക്കുന്നത്? എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി, ഒന്ന് മാറ്റിയിടുകയാണ്. എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഒരു ജോലി തേടി നടക്കുകയാണ്. അതിനുവേണ്ടി ഒരാളെ കാണാൻ പോയിരുന്നു. ഞാനൊരു ജോലി തന്നാൽ സ്വീകരിക്കാവോ? മനസ്സിലായില്ല. ഒരു പിടിച്ചുപറിക്കാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു. അന്നേ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നി. നിങ്ങൾ ജോലിക്ക് വേണ്ടി അലയുകയാണെങ്കിൽ ഞാൻ പറ്റിയൊരു ജോലി തരാമെന്നാ പറഞ്ഞത്. എന്താ ജോലി? അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം, പോരെ? ശരി, എങ്കിൽ വരൂ. രാജേന്ദ്രൻ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? എനിക്ക് നേരത്തെ അറിയാം. ബുദ്ധിയും തന്റെടമുള്ള നിങ്ങളെ എനിക്ക് ആവശ്യമാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ ബാബുവിനെ. അവനങ്ങനെ സ്ഥിരമായ ഒരു താവളമില്ല, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാബു ഇവിടെ ഉണ്ട്. മിസ്റ്റർ ബാബു, നീ എങ്ങനെ ഇവിടെ എത്തി? ആശാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. ഇനി കാര്യം പറയാം. നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വന്നത്. അത് പിന്നെ സാരമില്ല. ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്. അത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തരും. 5 ലക്ഷം രൂപയോ? എന്താ, പോരെ? അല്ല, ജോലി എന്താണെന്ന് അറിയാതെ. ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ജോലിയാണ്. നിങ്ങളൊന്ന് ഫോണിൽ സംസാരിക്കണം. അതിന് 5 ലക്ഷം രൂപയോ? എക്സ്ക്യൂസ് മീ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു പിടിയും കിട്ടണ്ട ആശാനെ. ഞങ്ങൾ ആരോടും എപ്പോ വേണമെങ്കിലും ഫോണിൽ സംസാരിക്കാം. വേണമെങ്കിൽ നല്ല കല്ല് വെച്ച് തെറിയും പറയാം. ഉണ്ടായിരിക്കട. എന്റെ ഭർത്താവ് ഈ നാട്ടിലൊരു കോടീശ്വരനാണ്, കേട്ടിരിക്കും. മിസ്റ്റർ ഗിരിജ വല്ലഭമേനോൻ. അയ്യോ, അദ്ദേഹം ഇന്റർനാഷണൽ എക്സ്പോർട്ടർ അല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ 2ാമത്തെ ഭാര്യയാണ്. പേര് രജനി. നിറത്തിനൊത്ത പേര്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയിൽ ഒരു മകളുണ്ട്, വീന. അവളെ നിങ്ങൾ കടത്തിക്കൊണ്ടു പോകണം. 10 ലക്ഷം രൂപ തന്നാൽ മകളെ വിട്ടുതരാമെന്ന് മേനോന് നിങ്ങൾ ഫോൺ ചെയ്യണം. സന്തോഷം. പോകാം. ആശാനെ, തിരുപിടിയിലേക്ക് പോകാതെ. രൂപ 5 ലക്ഷം. നിങ്ങളുടെ ഭർത്താവിനെ തപ്പിക്കൊണ്ട് പോയാൽ മതിയോ? അതുകൊണ്ട് പ്രയോജനമില്ല. പരമലുബ്ധനാണ് അദ്ദേഹം. പക്ഷേ മകളെന്ന് വെച്ചാൽ ജീവനാണ്. അവളെ കുരുക്കിലാക്കിയാലേ കാര്യം നടക്കും. മിസ്സിസ് മേനോൻ ക്ഷമിക്കണം, ഇത് വകുപ്പ് കിഡ്നാപ്പിംഗ് ആണ്. വീണ്ടും ജയിലിൽ പോയി മൂട്ടകടി കൊള്ളാൻ ഞാനില്ല. കടി ഞാൻ കൊണ്ടുപോകണം ആശാനെ. നീ നിന്റെ കൈ. മിസ്റ്റർ രാജേന്ദ്രൻ,
പണം ഉണ്ടാക്കാൻ വേണ്ടി ബീനയും ഞാനും കൂടിയിട്ടൊരു പരിപാടിയാണിത്. അവളവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ രഹസ്യമായി താമസിക്കും. അവൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും 10 ലക്ഷം രൂപ തന്നാൽ അവളെ വിട്ടയക്കാമെന്നും നിങ്ങൾ വേണേന് ഫോൺ ചെയ്യണം. അദ്ദേഹം പണവുമായി വരും. നമ്മൾ പണം വാങ്ങുന്നു, പെണ്ണിന്റെ സ്ഥലത്തുണ്ടെന്ന് പറയുന്നു, വൈമണീസുമായി നമ്മൾ പോകുന്നു. That's all. 50-50. ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ ഞങ്ങൾ തന്നെ കടത്തിക്കൊണ്ടുപോകേണ്ടി വരുമെന്ന്. ഹേയ്, അത് വേണ്ട. പക്ഷെ പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. ആദ്യമായി നിങ്ങളുടെ മകളുടെ അഭിപ്രായം ഞങ്ങൾക്കൊന്ന് അറിയണം. എന്റെ അഭിപ്രായമാണ് അവളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് നേരിട്ട് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്. മേഡം, എക്സ്ക്യൂസ് മീ. ആശാനെ, കാശിന് അത്യാവശ്യമുള്ള സമയമല്ലേ, വരും വരാതി ഒന്നും നോക്കണ്ടേ? നീ ഒന്ന് അടങ്ങുന്നില്ലേ? എല്ലാം മനസ്സിലാക്കിയിട്ട് എടുത്ത് ചാടാം. എന്റെ ഒരു സ്നേഹിതൻ വന്നിരുന്നു. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയതാ. അപ്പോൾ എന്താ നിങ്ങളുടെ തീരുമാനം? ആ പെൺകുട്ടിയോട് സംസാരിക്കാതെ പറ്റില്ലെന്ന് ആശാൻ പറയുന്നത്. ഓക്കെ. മിസ്റ്റർ രാജേന്ദ്രൻ, കോവളത്തിൽ കോട്ടയത്തിൽ നിങ്ങൾ വാടകയ്ക്ക് എടുക്കണം. പകൽ ഞങ്ങൾക്ക് വരാൻ സാധ്യമല്ല. രാത്രി 9 മണി കഴിഞ്ഞ് ഞാൻ ബീനയും കൊണ്ട് അവിടെ വരും. ശരി. ഇതാ, ഇതിരിക്കട്ടെ. ഇത് ഞങ്ങൾ അവിടെ ഒന്ന് വാങ്ങിച്ചോളാം. വേണം. പണിക്കരിയേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണോ? ഇരിക്കാതെ പറ്റുമോ? വീട് ഞാൻ വാടകയ്ക്കൊന്നുമില്ല. ഓ, ചേട്ടന്റെ വീടാണോ? അതെ. ഓ, എനിക്ക് വാടക കുടിച്ച് ഇന്ന് കിട്ടണം. ഒരാഴ്ച കൂടി ക്ഷമിക്കണം. 6 മാസമായി ക്ഷമിക്കുന്നു. ഇനി നിവർത്തിയില്ല. അല്പം ബുദ്ധിമുട്ടായതുകൊണ്ടാ. സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടല്ലോ, അവരെ മനസ്സ് വെച്ചാൽ ബുദ്ധിമുട്ട് മാറുമല്ലോ. പണിക്കരിയേട്ടൻ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പണിക്കരി ചേട്ടോ, ചേട്ടന്റെ ഭാര്യ എങ്ങനെയാ? അല്ല, കാണാൻ എങ്ങനെയാന്നാ ചോദിച്ചത്. കാണാൻ വലിയ തെറ്റൊന്നുമില്ല. അപ്പൊ ചുമ്മാതല്ല ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടാക്കിയത്. അനാവശ്യം പറയും. അയാൾ അടിക്കണ്ടായിരുന്നു. പിന്നെ അവനെ പൂവിട്ട് തൊഴണോ? ഇനി ഒരു സ്ഥലത്ത് പോയി അവനിങ്ങനെ പറയില്ല. നമ്മുടെ വീട്ടുകാര് വരുന്നു, അവളെ അറിയണ്ട. കാരെവിടെ നിർമ്മലേ? വഴിയിൽ കിടപ്പുണ്ട്. എന്ത് പറ്റി? എന്ത് പറ്റിന്നാ? പെട്രോളില്ല. ബംഗാര എനിക്ക് കടം തരില്ല എന്ന് പറഞ്ഞു. ആശാനെ, വീട്ടുകാരുടെ മൂടത്ര ശരിയല്ല. ഞാൻ വലിഞ്ഞേക്കാം. കാറിൽ പെട്രോൾ തീർന്നാൽ വണ്ടി നിൽക്കും. അതിന് നീ പിണങ്ങിയാൽ പറ്റുമോ? അതൊന്നും ശ്രദ്ധിക്കാൻ പോലും നമുക്ക് സമയമില്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്താ രണ്ടുപേരും കൂടി വഴക്കിടുന്നത്? ഒന്നുമില്ല. ഇരിക്കൂ ചന്ദ്ര. ഞാൻ ഇരിക്കുന്നില്ല. സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒന്ന് കയറിയതാ. ആ, രാജേട്ടന് പറ്റിയ ഒരു ജോലി ശരിയായിട്ടുണ്ട്. വല്ല പീറ മുതലാളിമാരുടെ ഓഫീസിലിരിക്കുന്ന ജോലിയാണെങ്കിൽ എനിക്ക് വേണ്ട. ഏയ്, അതൊന്നുമല്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു റിപ്പോർട്ടറുടെ ജോലിയാ. നല്ല കാര്യം. ഡിപ്പാർട്ട്മെന്റ് ജോലിയായാൽ ആരുടെയും മുഖം നോക്കാതെ സ്വതന്ത്രമായിട്ട് പണിയെടുക്കാമല്ലോ. നമുക്കും അതല്ലേ താല്പര്യം. ജോലി ഇഷ്ടമായില്ലേ? ഇഷ്ടമാകാഞ്ഞിട്ടല്ല, പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി അത് മോശമാണെന്നാണ് പറയുന്നത്. എന്ന് ഞാൻ പറഞ്ഞില്ല. ആട്ടെ, എന്ത് ശമ്പളം കിട്ടും? അതെല്ലാം വിശദമായി അന്വേഷിച്ചിട്ട് പറയാം. ആദ്യം ജോലി സ്വീകരിക്കാൻ ഇഷ്ടമാണെന്ന് പറയും. എനിക്ക് ഒന്ന് ആലോചിക്കണം. ഇതിലെന്താ എത്ര ആലോചിക്കാനുള്ളത്? പിന്നെ ചുമ്മാ കാര്യം ഏറ്റാ മതിയോ? നിങ്ങൾ വഴക്കണ്ട. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ നാളെ വരാം. വരട്ടെ? ശരി. പിന്നെ ചന്ദ്രൻ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനല്ലേ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ചന്ദ്രൻ എന്തെങ്കിലും ചെയ്യുമോ? എടി, പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളമൊന്നും കിട്ടൂല. മാസം 12,000 രൂപയില്ല നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ 2,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി നിങ്ങൾക്ക് എവിടെ കിട്ടാൻ പോകുന്നു? അന്വേഷിക്കണം. ഇതാണ് സാറേ മുറി. ഇതിന് 2 വാതിലുണ്ട്. മുൻവശത്തുകൂടി കയറാം, പുറവശത്തുകൂടി ഇറങ്ങാം. അത് കൊള്ളാമല്ലോ. സാറ് എന്തിനാ മുറി എടുത്തിരിക്കുന്നത്
എഴുതാനല്ലേ? അത് ശരി. ഇവിടെ ശല്യമില്ലാതിരുന്ന് എഴുതാമല്ലോ. ഒരു ശല്യം ഉണ്ടാവില്ല സാർ. സാറ് സംവിധാനമായിരിക്കും. ബെഞ്ചാറമ്പോട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സാറിന്റെ എല്ലാ പടങ്ങളും ഞാൻ ആദ്യത്തെ ദിവസം നിന്ന് കാണാറുണ്ട്. സോറി, ഇതെന്റെ ആദ്യത്തെ പടമാണ്. അപ്പൊ ആള് മാറിപ്പോയതായിരിക്കും. സാറേ, ഞാനും ഒരു കൊച്ചെഴുത്തുകാരനാണ്. എന്റെ തൂലികാ നാമം തന്നെ എന്ത്? പ്രാപ്രായോ? പ്രാണച്ചമ്പലം പ്രഭാകരൻ. സാറേ, ഇപ്പോഴത്തെ സിനിമാ പ്രൊഡ്യൂസേഴ്സിനൊന്നും സ്റ്റോറി സെൻസ് ഇല്ല സാർ. തീരെയില്ല. എന്റെ കയ്യിലൊരു ഊക്കിലാണ് സാധനം ഇരിപ്പുണ്ട്. പക്ഷേ അവൻ സിനിമാ സ്കോപ്പിലേ കൊള്ളുള്ളൂ. സാധനം നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. സൗകര്യം പോലെ ഞങ്ങൾ വാങ്ങിച്ചോളാം. തൽക്കാലം നീ ഒന്ന് പോയാട്ടെ. സാറേ, എന്റെ ക്ലൈമാക്സ് ഒന്ന് അയ്യോ. സാറന്മാരെന്താ ഇരുട്ടത്തിരിക്കുന്നത്? ചുമ്മാ ഇരിക്കുവാടോ. സ്തംഭനം വല്ലതും ആണോ? സ്തംഭനം? വാ, കഥാഗതിയിൽ എന്തെങ്കിലും സ്തംഭനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറയുകയാണ്. ഒരു സ്തംഭനവും ഇല്ല. താനൊന്ന് പോയാട്ടെ. സാറേ, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കഥ ഒന്ന് കേട്ടു നോക്ക്. അപ്പൊ അറിയാം പ്രാവച്ചമ്പലത്തിന് കഥാബോധം ഉണ്ടോ. എടോ, അത്ര സമയം കിട്ടുമ്പോ തന്റെ കഥ കേൾക്കാം. ഇപ്പൊ സാറേ, നല്ല നാടൻ ഇവിടെ കിട്ടും. 2 എണ്ണം അടിച്ചാൽ ഭാവന അങ്ങ് താനേ വരും. വാങ്ങിക്കണോ? താനൊന്ന് പോകുന്നുണ്ടോ? ദേഷ്യം മൂക്കല്ല. എല്ലാ സംവിധായകരുടെയും പ്രകൃതി ഇത് തന്നെയാ. വെറുങ്കലോ അല്ലേ ചെലമ്പത്തുള്ളൂ. പിന്നെ അടി അതിലെന്നെ കിട്ടും. അതിന് വേറെ ആളെ നോക്ക്. ഇവനെ ഒന്ന് ഒതുക്കി നിർത്തിയില്ലെങ്കിൽ ഒരു നിത്യശല്യമായിരിക്കും. കലാഭ്രാന്ത എങ്ങനെ വിരട്ടിയാലും പോവില്ല. ഇവിടെ തന്നെ നിൽക്കണം. വരൂ ബീന. ഇതാണ് എന്റെ മകൾ ബീന. ഹലോ. 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 നമുക്ക് മുറിയിലേക്ക് പോവാം. നമുക്ക് മുറിയിലേക്ക് പോവാം. ഞാനിവിടെ വന്നോളാം. ചാനെ, നീ വാടാ. വിവരമെല്ലാം ബീന അറിഞ്ഞു കാണുമല്ലോ. അറിയാം. കുഞ്ഞമ്മ പറഞ്ഞ കാര്യം ബീനയ്ക്ക് സമ്മതമാണോ? ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ഇട്ടതാ. അച്ഛൻ പോലീസിൽ അറിയിച്ചാൽ? ഒരിക്കലും അറിയിക്കില്ല. അത് നിങ്ങളുടെ വിശ്വാസം. അറിയിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ ഏറ്റാ മതി. അത് പോരാ, എല്ലാം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. മേനോൻ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പണം എത്തിക്കുമോ? തീർച്ചയായും. ഡാഡിക്ക് ഞാനെന്ന് വെച്ചാ പ്രാണനാണ്. പ്രതീക്ഷിക്കുന്നത് പോലെ പണം കൊണ്ടുവന്നില്ലെങ്കിലോ? നിങ്ങൾ എന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നത്? ഇത് വെറും ഒരു നാടകമാണ്. 10 ലക്ഷം കിട്ടിയാൽ 5 ലക്ഷം രൂപ എടുത്തോണ്ട് ബാക്കി തന്നാ മതി. പാതി എടുത്തിട്ടേ വരൂ. എനിക്ക് അല്പം കൂടി ആലോചിക്കാനുണ്ട്. ഇനി എന്ത് ആലോചിക്കാനാണ് ആശാനെ? എടാ, ഇത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് 5 ലക്ഷം രൂപ പോരെന്നായിരിക്കും. അല്ല, വിശദമായി ഞാൻ പറയാം. നാളെ ഈ സമയത്തൂടെ വരണം. ഇത് നടക്കുന്ന ലക്ഷണമില്ല. ഇല്ലെന്തോന്നെങ്കിൽ വിട്ടേക്കണം. നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. നമുക്ക് നാളെ വരാം കുഞ്ഞമ്മേ. നാളെ വരുമ്പോഴും ഇയാളിങ്ങനെ മുട്ടുന്യായങ്ങൾ പറഞ്ഞാലോ? ഏയ്, നാളെ നമുക്ക് അവസാന തീരുമാനമെടുക്കാം. പക്ഷെ നിങ്ങൾ മാത്രം വന്നാൽ മതി. നാളെ ഞാൻ വരണ്ടേ? വരണ്ട. ശരി, എങ്കിൽ നാളെ കാണാം. ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആശാൻ എന്തൊരാളാ. 5 ലക്ഷം രൂപ നാളെ കയ്യിലിരുന്നേനെ. നീ കിടന്ന് പിടയ്ക്കാതടാ. സമാധാനമായിട്ട് ചെയ്താൽ ആർക്കും ഒരു കുഴപ്പവും വരില്ല. കഥാനായികയെ അമ്മയും കൂടി ആയിരിക്കും ഇറങ്ങിപ്പോയത്. ഡയറക്ടർ സാറേ, ബെസ്റ്റ് സെലക്ഷൻ. എന്റെ കഥയായിരുന്നെങ്കിൽ 2 പേർക്കും റോളുണ്ട്. അമ്മ ഹീറോയിനി ആയിട്ടും ഹീറോയിനി അമ്മയായിട്ടും. പിന്നെ ഒരാട്ടി. അവിടെ വെച്ചേക്കൂ. ചന്ദ്രൻ വന്നിരുന്നു. ആ ഉദ്യോഗം ശരിയെന്ന് പറഞ്ഞു. 800 രൂപ ശമ്പളം കിട്ടും. ഉദ്യോഗത്തിന് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് തുറന്നു പറയണം. വെറുതെ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇപ്പൊ കഴിയുന്ന പോലെ നമുക്കങ്ങ് കഴിയാം. അങ്ങനെ കഴിയണ്ട. ദൈവം കയ്യിൽ കൊണ്ടുവന്ന ഭാഗ്യമാണ്. അത് വലിച്ചെറിഞ്ഞ് കളയരുത്. ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് വെച്ചു. ചേട്ടാ, 800 രൂപ. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കഴിയാൻ പറ്റുമോ?
മേനോൻ എന്തിനാ ടേപ്പ് ചെയ്യുന്നേ? എടാ മണ്ട, ഒരു പക്ഷേ മേനോൻ പോലീസിൽ അറിയിച്ചെന്ന് വെച്ചോ, പോലീസ് നമ്മളെ പിടിച്ചെന്നും വെച്ചോ, നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഈ ടേപ്പ് ഉണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ തെളിവ് വേണം. രജനി പറയുന്നു മുഴുവൻ നമ്മൾ ടേപ്പ് ചെയ്യും, ഇല്ലേ? അപ്പൊ മേനോന്റെ ഭാര്യയുടെ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്തതെന്ന് തെളിയും. We are safe. നീ ആ പ്രാപ്പറ ഇങ്ങോട്ട് വരാൻ നോക്കിയോ. വാതിലടച്ചിരുന്ന് എഴുതുവാ. ക്ലൈമാക്സ് ആയിരിക്കും. അതെ. എല്ലാവരുടെയും കാൾ ഷീറ്റൊക്കെ കിട്ടിയോ? ആ വാങ്ങി. സാറ് ഞാൻ ഒരു സാധനം ഉണ്ടെന്ന് ഇത് കഴിച്ചുകൊണ്ടിരുന്ന് എഴുതിയാൽ ക്ലൈമാക്സ് തകർക്കും. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. വേണ്ട. ഒരു ഗ്ലാസ് അല്ലേ? പിന്നെ ആശാനെ, അവര് വരുന്നു. വേഗം റെഡി ആക്കി. വരണം. ഇങ്ങോട്ടിരിക്കട്ടെ, ഇങ്ങോട്ട്. മകൾ വന്നില്ലല്ലോ. ഇല്ല. വളരെ ഉപകാരം. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം. ബീനെ തട്ടിക്കൊണ്ടുപോയെന്നും 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം. പക്ഷെ ആരെയും തട്ടിക്കൊണ്ടു പോകുന്നില്ലല്ലോ. ഇവരെ നാടകമെന്നല്ലേ പറഞ്ഞത്? അതെ, ഈ നാടകത്തിന് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം തരുന്നു. എന്താ പോരെ? ഓ, ധാരാളം. നാടകമാണെങ്കിലും നിരപരാധികളായ ഞങ്ങൾ കുരുക്കിലാകരുതല്ലോ. അതുകൊണ്ട് എനിക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. പറയൂ. ബീന അവളുടെ സ്നേഹിതരുടെ വീട്ടിൽ 4-5 ദിവസം കഴിയുമെന്നല്ലേ പറഞ്ഞത്? അത് പാടില്ല. അവൾ ഇവിടെ കഴിയണം. നോ, അതൊരിക്കലും സാധ്യമല്ല. അവൾക്ക് ഒരു ആപത്തും വരില്ലെന്ന് ഞാൻ വാക്ക് പറയുന്നു. പണം കിട്ടിയാൽ ഉടനെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും. ബീനയെ നിങ്ങളുടെ പങ്ക് അവലെത്തിക്കുകയും ചെയ്യും. വിശ്വാസമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ശരി. ഇനി ബീനയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നാളെ അവളോട് വന്നിട്ട് പറയാം. ശരി, നാളെ നിങ്ങൾ നേരത്തെ വരെ. ഗുഡ് നൈറ്റ്. ആ, പോയി. ഇനി നമുക്ക് പേടിക്കാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആശാനെ, നാളെ ഞാനില്ല. എനിക്ക് ആ പെണ്ണിനെ കാണാൻ വയ്യ. ആണും പെണ്ണുമില്ലാത്ത ഒരുതരം വേഷവും പടക്കുതിര പോലെ ചാടി ഒരുതരം നടപ്പും. എടാ ബുദ്ധൂസേ, കാര്യം നടക്കുന്നവരെ നീ ഒന്ന് അടങ്ങി നിൽക്ക്. എന്താ അലമാരിൽ രഹസ്യമായിട്ട് വെച്ച് പൂട്ടുന്നത്? ഞാൻ കാണാൻ പാടില്ലാത്ത വല്ലതാണോ? ആണെന്ന് വെച്ചോളൂ. ഈ ഇടയായിട്ട് രാജേട്ടന്റെ പെരുമാറ്റം എന്തോ രഹസ്യം സൂക്ഷിക്കുന്നവരെ പോലെയാണ്. അതൊക്കെ നിന്റെ തോന്നലുകളാണ്. അല്ല, നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ. രാജേട്ടന്റെ ഓരോ ചലനങ്ങളും എനിക്കറിയാം. പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? നിന്നെ ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു ജീവിതം എനിക്കില്ല നിർമ്മലേ. ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇടയായി എന്തോ ഉണ്ട്. ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഭാര്യ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പണം കൊണ്ട് ഭർത്താവ് ജീവിക്കുക. എല്ലാ കുടുംബങ്ങളിലും ഭർത്താവ് ജോലി ചെയ്തിട്ടാണ് ഭാര്യ ജീവിക്കുന്നത്. ഇവിടെ മറിച്ചും. ഞാൻ ജോലിക്ക് പോകുന്നത് രാജേട്ടന് അപമാനമാണെങ്കിൽ നാളെ തന്നെ ഞാൻ രാജിവെച്ചേക്കാം. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല നിർമ്മലേ. ഒരു പുതിയ ജോലിയുടെ പ്രശ്നങ്ങളുമായി ഞാൻ നെട്ടോട്ട് മൂടുകയാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇനി ഞാൻ ഒരിക്കലും ഒന്നും ചോദിക്കില്ല. എഴുന്നേറ്റ് പോയി കുളിച്ചാട്ടെ, നമുക്ക് ആഹാരം കഴിക്കാം. അച്ഛാ. എന്താ മോളെ? ഞാൻ എന്റെ കൂട്ടുകാരി രാധികയുടെ വീട് വരെ പോവാണ്. ഒരു സിനിമ കണ്ടിട്ട് വരും. ഒന്നല്ല, 2 സിനിമ ഒരുമിച്ച് കണ്ടിട്ട് വന്നാൽ മതി. നിന്റെ ആ പഴയ ചിരിയും കളിയും സന്തോഷവും കണ്ട കാലങ്ങൾ മറന്നു. എന്റെ മോള് പോയിട്ട് വരും.